പണ്ട് ഞങ്ങളുടെ വീട്ടിലെ ഒരു പപ്പായ മരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ പപ്പായ പുളിങ്കറി വയ്ക്കുക അമ്മ. ഈ പുളിങ്കറി എന്ന് പറയുന്ന സംഭവം പപ്പായ മാത്രം വെച്ചല്ല, എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുമ്പളം വെച്ചുണ്ടാക്കാം, ചേമ്പ് വെച്ചുണ്ടാക്കാം, എന്ത് വെച്ചിട്ടാണെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ മോരുകറി പോലെ തന്നെയാണ് പുളിങ്കറി. ഇത് മോരല്ല, പകരം വാളംപുളിയാണ് ചേർക്കണേ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കോൽപ്പുളി എന്ന് പറയാം. ഞാനൊക്കെ ചെറുപ്പം തൊട്ടേ കോൽപ്പുളി എന്ന് പറഞ്ഞാണ് കേട്ടിട്ടുള്ളത്. വളരെ നല്ലൊരു കറിയാണ്, ശരിക്കും ഊണ് കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് കറിയാണ് പുളിങ്കറി. അപ്പം ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോണത് കുമ്പളങ്ങ തക്കാളി പുളിങ്കറിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു തോരനും വയ്ക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ സാധനങ്ങളൊന്നും മേടിക്കലൊന്നും ഇല്ല അല്ലേ, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യില്ല പരിപാടി. ഇപ്പോൾ പയറുണ്ടായിരുന്നു, അപ്പോൾ 2-3 ദിവസം പയർ വെച്ചു. പിന്നെ എന്താ വെച്ചമ്മ, മുരിങ്ങലുണ്ട് തൊട്ടപ്പുറത്ത്, അപ്പോൾ അത് പൊട്ടിച്ച് വയ്ക്കും. പുളിങ്കറി വയ്ക്കാൻ എന്തായാലും കുമ്പളം വാങ്ങണമായിരുന്നു. മാത്രമല്ല ഇനിയും കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ ഞങ്ങളിങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇവിടെ തൊട്ടങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. കുമ്പളം തക്കാളി അളവ് ഞാൻ തീരുമാനിക്കാം അല്ലേ. വാളംപുളി നിങ്ങൾ പറയാറ്. ഇപ്പം അതിന് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമൊക്കെ കണ്ട് ആൾക്കാരുടെ സ്വന്തം ഭാഷയൊക്കെ മറന്നു. ഇടയ്ക്ക് പറയാറുണ്ടല്ലോ കൊച്ചുള്ളി. എനിക്കാണ് അത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും. നമ്മൾ ഈ ചെറിയുള്ളി എന്ന് പറഞ്ഞിട്ട് ദീപുനും അതെ. അപ്പോൾ ഞങ്ങൾ കോൽപ്പുളി എന്നാ പറയാ. വാളംപുളി എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം, പക്ഷെ നമ്മുടെ നാട്ടിൽ കോൽപ്പുളി എന്നാ പറയാം, തൃശ്ശൂരൊക്കെ അല്ലേ. ഇവിടെയൊക്കെ പിന്നെ പപ്പടം വാങ്ങാം, പിന്നെ ക്യാബേജ് തോരൻ ഉണ്ടാക്കണേ. ഓക്കെ. അപ്പോൾ ലിസ്റ്റൊക്കെ റെഡിയാക്ക്, എന്നിട്ട് വേഗം വിടാം. മിഠായി വേണം എനിക്ക്. എന്ത് മിഠായി? തിരക്കില്ല. കുമ്പളം എടുത്തു അല്ലേ. പിന്നെ പുളി വേണം. കോൽപ്പുളി അത് 200 എടുത്തോ, നല്ല എടുത്തോ. തക്കാളി 1 കിലോ, ക്യാരറ്റ് 1 കിലോ, പിന്നെ ക്യാബേജ് ഒരു ചെറുതെടുത്താൽ മതി. തക്കാളി അല്ലാതെ ഞങ്ങൾക്കറിയാം. ഇതെന്ത് സാധനം? പയറ്. അതിഷ്ടം നിനക്ക്? ആ മതിയാ, ഈ പറഞ്ഞ പൊട്ടിച്ചോക്കടി. എങ്ങനെയുണ്ട്? സൂപ്പറാ, അടിപൊളി. എടാ ശരിക്കും സൂപ്പർ എന്ന് പറയാം, കൈ കൊണ്ട് കാണിച്ചിട്ട്. എങ്ങനെ സൂപ്പർ എന്ന് പറയാ? ഒന്ന് സൂപ്പർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ. പിന്നെ ഈ ആൽപ്പൻലീബയുടെ കോലുമിഠായി ഉണ്ടല്ലോ, അതൊരു 2-3 എടുത്തോ. പിന്നെ ഒരു ജംസും. ശരി. എൻ്റെ ഹെൽമെറ്റോ? ചെറിയ കുമ്പളാണ് കിട്ടിയത്. ഇത് പകുതി എടുത്താ പോരെ? പകുതി വേണം, പകുതി എടുക്കാം അല്ലേ. കുറച്ച് ഇത്ര എടുത്താൽ അല്ലേ? അല്ല, 3-1 എടുക്കാം. കൂടെ 2 തക്കാളി. ഇതാണ് തക്കാളി കുമ്പളങ്ങ പുളിങ്കറിക്ക് വേണ്ട മെയിൻ സാധനം. പിന്നെ അത് നെല്ലിക്ക വലിപ്പം പുളി എന്നാണ് പറയണത്. ഞങ്ങൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ നാളികേരം മതി ശരിക്കും. 3 ടേബിൾ സ്പൂൺ. ഞങ്ങൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. നാളികേരം ഇത്തിരി കുറഞ്ഞാലും കൂടിയാലും കുഴപ്പമൊന്നുമില്ല. 1/4 ടീസ്പൂൺ മതി, കുറച്ച് മതി. ഒരു നുള്ളു ജീരകം ഇട്ടില്ലാലും കുഴപ്പമൊന്നുമില്ല. ഇത് അരച്ചോ, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തട്ടാ. അയ്യോ, ഈ ജംസിൻ്റെ കളറൊക്കെ മങ്ങിയല്ല. നമ്മ മങ്ങലുണ്ടല്ലേ കളറ്. എനിക്ക് 3 ഓറഞ്ചാ കിട്ടിയല്ലേ. ഉപ്പൂന വാങ്ങിയത്. പക്ഷേ അവനെന്തെന്നറിയാം, ഒരു കോലുമിഠായി കൊടുത്തപ്പോഴേ അവൻ മറ്റേ കോലുമിഠായി വലിച്ചെറിഞ്ഞു. അല്ലെങ്കിൽ എന്താണ് പുതിയത് കിട്ടണത്, അപ്പം പഴയത് വലിച്ചെറിയും. ഇത് വേവിക്കാം, വയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ
ഒരു 3 പച്ചമുളക് കീറിയിടാം, ശകലം മഞ്ഞപ്പൊടിയും പിന്നെ കാശ്മീരി ചില്ലി പൗഡറും ചെറിയ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കൊണ്ട് വേവിക്കുക, ഉപ്പും. അത് കുറച്ചിട്ടോ, അധികം എരിവില്ലാത്ത മുളകല്ലേ, മതി. 1.5 ടീസ്പൂൺ. ഇനി ഉപ്പ്, ഇവിടുത്തെ ഉപ്പ് ഭയങ്കര ഉപ്പാണ്. ഇത് മറ്റേ ഹിമാലയൻ പിങ്ക് റോക്സ് ആണ്. 1/2 ടീസ്പൂൺ അല്ലേ കേട്ടോ. അരവണ്ണീഷാണ്. കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് ഒഴിച്ചോ, മുങ്ങാൻ പാകത്തിന് ഒഴിക്കല്ലേ. മാഡം, കാബേജ് തോരൻ എന്നാവോ? പപ്പടം വറുത്ത് വരുമ്പോഴേക്കും ഇത് സെറ്റാവും. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തില്ല, കാബേജ് കഴിഞ്ഞില്ലേ? അപ്പോൾ ഇപ്പോൾ കുമ്പളങ്ങയും തക്കാളിക്ക് ബന്ധമുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ പുളിയാണോ അത് ഒഴിക്കുക അതോ തേങ്ങ? അപ്പോൾ അതിലേക്ക് പുളി ചേർക്കാം. ഇനി പുളി ഒന്ന് വേവണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ അരപ്പ് ചേർക്കുള്ളൂ. പുളി ഒന്ന് വേവട്ടെ. യെസ്, ഇപ്പോൾ പുളി വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. ഇച്ചിരി കറിവേപ്പില ചേർക്കാമോ അല്ലേ? തേങ്ങ കൂടി വന്നപ്പോൾ ഒരു കളർ മാറിയിട്ടാണ്. നീ തന്നെ ഒഴുകി. എന്തോ ഒരു തിരി ഒഴിച്ചേ. ഒരു ശകലം കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ അമ്മ, പുളി കൂടിയാ. ഒരു കാര്യം ചെയ്യ്, ഒരു ശകലം ശർക്കര ചേർക്ക. പഞ്ചസാര മതിയില്ലേ? പുളി ചേർത്തോ? ഓക്കെ, കുറച്ച് ഇതും ചേർത്തോ, പഞ്ചസാര. വേഗം ആയിക്കോട്ടെ. പഞ്ചസാര ആയാലും ശർക്കര ആയാലും കുഴപ്പമില്ല ചേട്ടാ. ഇത്തോടെ ഇട്ടോ, സ്വല്പം കൂടി ഇട്ടോ. ഒരു മധുരമായാലും കുഴപ്പമില്ല, നല്ല രസം ഉണ്ടാവും. ഇട്ടോ കേട്ടോ. ഓക്കെ, നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു വറവിടാം. ഇപ്പം എങ്ങനെയുണ്ടോ നോക്കൂ നീ. ഞാൻ ഒഴിക്കാം പ്ലീസ്. സൂപ്പറായിട്ടാ. ഇത്തിരി ചിൽഡ് വാട്ടറാണ് ഒഴിക്കാം. എന്താ ഒരു ദാഹല്ലേ. ഓ, ഈ പപ്പടം അങ്ങോട്ട് വീർക്കണില്ല. നല്ല പപ്പടം എന്നാ പറഞ്ഞ, അങ്ങോട്ട് വീർക്കണില്ലേ അല്ലേ? ഐ എം ടോട്ടലി ഡിസപ്പോയിന്റഡ് വിത്ത് ദിസ് പപ്പടം. ആ, വീർത്തു വീണ്ടും വീർത്തു പപ്പടം. പപ്പായ പുളിങ്കറി കണ്ടിട്ട് സഹിക്കണില്ലേ? ഊണഴിക്കാൻ കൊതിയിട്ട് പാടില്ലേ. ആഹാ, ഓഹോ, കാബേജ് ക്യാരറ്റ് ദീപു സ്പെഷ്യൽ തോരൻ. കടുക് പൊട്ടിച്ചിരിക്കുകയാണ്. കടുക് പൊട്ടിയിരുന്നെങ്കിൽ 1 കിലോമീറ്റർ ദൂരം മാറി നിൽക്കുകയും ചെയ്യുക. ഇത് പടക്കല്ല, ഇത് കടുകാണ്. ഇതിപ്പോൾ എന്താണ് താങ്കൾ ഇതിൽ ചേർത്തത് കൂടി ഒന്ന് പറയണം. കടുക് ആദ്യം പൊടിക്കും, പിന്നെ സബോളയും പച്ചമുളകും. അല്ലേ? ചെറിയ സബോള, 2 പച്ചമുളക്. ഇനി എന്ത് ചേർക്കാൻ പോണെന്ന് കഴിഞ്ഞാൽ നാളികേരം. ഇതൊന്ന് മൂക്കണം അല്ലേ? അതുവരെ മൂക്കണ്ട, കുറച്ച് മൂക്കണം ഇതിന്റെ സൗകര്യത്തിന്. മഞ്ഞപ്പൊടിയുടെ ആ ഒരു മഞ്ഞമണം കൂടെ മാറി ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ആദ്യം കാബേജ് ചേർക്കും. ഓക്കെ, ചേർത്തോളൂ. കുറച്ചു നേരം മൂടി വെക്കും. എന്നിട്ട് കാബേജ് വെന്തതിന് ശേഷം നീ ക്യാരറ്റ് ചേർക്കുള്ളൂ. ഓക്കെ,
ക്യാരറ്റ് കൂടിയിട്ടിരിക്കുകയാണ്. ക്യാരറ്റ് എത്ര സമയം എടുക്കും? പെട്ടെന്ന് പോകും. പെട്ടെന്ന് പോകും അല്ലേ? ഇവിടെ കാബേജ് തോരൻ റെഡി ഉണ്ട്. ഇവ ചട്ടി അങ്ങോട്ട് എടുത്തോ, ചട്ടിയിൽ അങ്ങോട്ട് എടുത്താൽ മതി. ഒരു പൊടി ഒരു മണി കൂടി ഇട്ടോ പാപ്പ. മതി ഇനി പാപ്പ രാത്രി ഒന്നും കഴിക്കണ്ട. മതിയമ്മ മതി. ഞാൻ വേണമെങ്കിൽ രണ്ടാമതേ എടുത്തോളാം. ആ പപ്പായ പുളിങ്കറി ഒഴിച്ചോ. അല്ല പപ്പായ അല്ല, സോറി, കുമ്പളാണത്. കുമ്പളം തക്കാളി പുളിങ്കറി. ഇടയ്ക്കിടയ്ക്ക് പപ്പായ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണ പപ്പായ കൊണ്ട് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ടേ. മതി മതി മതി. രണ്ടും പപ്പടം ആയിക്കോട്ടെ. കുറച്ച് ദിവസമായി പപ്പടം ശരിക്കും കൂട്ടിയിട്ടേ. കറി ഇഷ്ടമായില്ലേ? അപ്പം ആദ്യം തന്നെ അടിപൊളിയെന്ന് പറഞ്ഞു. മീൻകറിയും വേണ്ടത് അല്ല, ഇതുപോലെ ഒരു മീൻകറിയുടെ ആവശ്യമില്ലെന്നാണ് പാപ്പൻ പറഞ്ഞത്. അങ്ങനെ രീതിപ്പോ കുറച്ച് കാബേജ് തോരനും കൂടി മിക്സ് ചെയ്യാം. ഇത് ചാറൊഴിക്കോ? ശകലം മതിട്ടാ. മതി 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 മതി. കുറച്ച് ചാറിൻ്റെ പോരായിണ്ടേ. അടിപൊളി. 5-6 പേരെ കറിയൊന്നും വേണ്ട. ഇത് മതിയില്ല പാപ്പ? ഇത് നല്ല ബെസ്റ്റ് കറി. ഇത് പണ്ടേ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളതാണ്, പക്ഷെ ആരും അങ്ങനെ ഉണ്ടാക്കി കണ്ടിട്ടില്ലല്ലോ പാപ്പ. മോര് കറി പോലെ സ്ഥിരം വെക്കാൻ പറ്റിയൊരു കറി ഇത്. പാപ്പന് കറി ഇഷ്ടമായതപ്പോൾ അമ്മ അങ്ങോട്ട് കോരി ഒഴിച്ചു കൊടുത്തു. ശകലം ചോറ് വേണോ? ദീപൊന്നും ഉണ്ടല്ലേ ചേട്ടാ. നല്ല വിശപ്പുണ്ടല്ലേ ദീപ? ഞങ്ങൾ ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഏകദേശം ഈ സമയമാവും മിക്കവാറും അല്ലേ അമ്മ? ഒരക്കഷ്ണം പപ്പം തന്നെ. അരല്ല അങ്ങോട്ടെ. നന്നായിട്ട് ഇട്ട കാബേജ്. അടിപൊളിയല്ലോ. കാബേജും പുളിങ്കറിയും. പച്ചമുളക് മാത്രം ഇട്ടുള്ളൂ. പിന്നെ കാശ്മീരി മുളക് പൊടിയത് അധികം എരിവില്ലാത്ത സാധനമാണ്, പക്ഷെ കളർ കാണുമ്പോൾ എരിവുണ്ടെന്ന് നമുക്ക് തോന്നണതാ. നിന്റെ അല്ല ചെറുതാ. ഓ അങ്ങനെ ഊണ് കഴിഞ്ഞു. പാപ്പനെ ഞാനൊന്ന് തളിക്കുളം സെൻട്രൽ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടണം. അപ്പോൾ പാപ്പനവിടെ വെയിറ്റ് ചെയ്യണം. പാപ്പന് മീൻകറി വളരെ ഇഷ്ടമുള്ള ആളാണ്. പാപ്പൻ പറയായിരുന്നു ഇങ്ങനൊരു കറി ഉണ്ടെങ്കിൽ മീനിൻ്റെ ആവശ്യമില്ലാന്ന്. അപ്പം അത്രയും ആൾക്ക് ഇഷ്ടമായി കറി. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, എന്നാലോ ഇഷ്ടം പോലെ ചോറിനാൻ പറ്റിയ ബെസ്റ്റ് കറിയാണ് ഈ പുളിങ്കറി എന്ന് പറയുന്നത്. ഞങ്ങളിന്ന് വെച്ചത് തക്കാളിയും കുമ്പളവും ഉപയോഗിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പപ്പായോ ചേമ്പോ അങ്ങനെ വേറെ എന്തെങ്കിലും കഷ്ണങ്ങൾ, വെള്ളരിക്കയോ അങ്ങനെ പലതും ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ചീര വെച്ചിട്ടുണ്ടാക്കാം. ഇതിനോട് നിങ്ങൾക്ക് സ്യൂട്ടാവാൻ തോന്നുന്ന എന്ത് വെച്ച് വേണമെങ്കിലും ഇത് ട്രൈ ചെയ്യാം. റെസിപ്പി സെയിം തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.